ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ ഇന്നതേ റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു സെൻ അല്ല, സിംഗിൾ ഓണർഷിപ്പ് കൊണ്ടുണ്ട്. 2000 മോഡൽ സിംഗിൾ ഓണർ സെന്നാണ്. അത് ചുമ്മാ ഒരു സിംഗിൾ ഓണർഷിപ്പ് അല്ല, ആ ഓണർ കറക്റ്റ് ആയിട്ട് മാരുതിയുടെ ഇൻഷുറൻസ് മാത്രം എടുത്ത് കൊണ്ടുനടന്ന ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വന്നിരിക്കുന്നത്. അതും ID 50,000 വാല്യൂ ഉള്ള വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കാർബറേറ്റർ സെന്നാണ്ടോ, ഗോൾഡൻ കളറിൽ ബ്ലാക്ക് ബമ്പർ സ്റ്റോക്ക് കണ്ടീഷനിൽ വന്നിരുന്ന വാഹനമാണ്. അപ്പൊ ഈ വണ്ടിക്ക് ആകെ ഫ്രണ്ട് ലുക്കും മൊത്തത്തിൽ പെയിന്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്യുവർ കമ്പനി പെയിന്റും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ആകെ നമ്മുടെ ഈ ഗ്രില്ലിന്റെ ഭാഗത്തായിട്ട് ഒരു ഇച്ചിരി പെയിന്റ് പൊളിഞ്ഞു പോയിക്കണേ, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത്രയും IDV വാല്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സെന്ന് നമ്മുടെ കേരളത്തിൽ വേറെ ഉണ്ടോന്ന് തന്നെ അറിയില്ല. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടേ കേട്ടോ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ ഫുൾ കവർ ഇൻഷുറൻസും IDV ഒക്കെ വരുന്ന വാഹനം, അതും 24 വർഷം പഴക്കമുണ്ടല്ലോ. അപ്പൊ നമ്മൾ മൈൻഡ് ആക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള വ്യൂയിലേക്ക് പോകട്ടോ. ടയറൊക്കെ നോക്കുമ്പോഴായാലും 90% മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്യുവർ സ്റ്റോക്ക് കണ്ടീഷൻ ആണ്, വേറെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആകെ സൺഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബേസിക് ഫിറ്റ്മെന്റ് ആയിട്ട് പറയുള്ളൂ, ഓൾട്ടറേഷൻ ആയിട്ട് പറയാനില്ല കേട്ടോ. വണ്ടി ഓവറോൾ സെന്നിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ പ്യുവർ ക്വാളിറ്റിയിലാണുള്ളത്. ഇത് പോളിഷ് പോലും ചെയ്യാത്ത വണ്ടിയുണ്ട്, സ്റ്റോക്ക് അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാട്ടോ. ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്, വളരെ ഫ്രഷ് ആൻഡ് നീറ്റ് ആയിട്ടാണ് ഉള്ളത്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന ഇതിന്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാം, ഒരു സെന്റിൽ തന്നെ കാണാത്ത ക്വാളിറ്റിയിൽ കാണാട്ടോ. അതും അതേ ഫിനിഷിങ്ങിൽ തന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും തന്നെ മാറ്റം വരുത്തില്ല, ഒരു വിയർ ആൻഡ് ടിയറോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും അവിടെ തേയ്മാനൊക്കെ കണ്ടറിയാം, ഒന്നും തന്നെ തേയ്മാനോ കാര്യങ്ങളോ സംഭവിക്കാത്ത വണ്ടിയാണ് കേട്ടോ. ചിൽഡ് ഏസിയും കാര്യങ്ങൾ വരുന്നുണ്ട്. പൈനിയറിന്റെ സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സീറ്റിന്റെ മുകളിൽ സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ഫ്രഷ് ആൻഡ് നീറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇത്രയും നീറ്റ് ആയിട്ടുള്ള സെന്നുകൾ ഇന്റീരിയറുള്ള വണ്ടികൾ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വളരെ ഡൗട്ട്ഫുൾ ആണ്. ഇതിനു മുമ്പ് ഒരു സെന്ന് റെഡ് കളർ വന്നിട്ടുണ്ട്, അതിലും ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഈ വണ്ടിക്ക്. കാർബറേറ്റർ ആണ് വണ്ടി വരുന്നത്. അതുപോലെ മീറ്ററൊക്കെ ആയാലും പക്ക നീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെയും പ്രോപ്പർ ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടിയുടെ സൂക്ഷിച്ചിട്ടുള്ളത്. നോക്കി നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. നല്ല വണ്ടിയുടെ ടോപ്പ് നോക്കട്ടെ. ടോപ്പ് നോക്കുമ്പോഴായാലും നല്ല തൂ വെള്ളം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയാണുള്ളത്. അതൊന്നും മുഷിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഫ്രഷ് കണ്ടീഷൻ വണ്ടിയുടെ ഒരു 2-3 കൊല്ലം പഴക്കം മാത്രമാണ് വണ്ടിയുടെ ഇന്റീരിയറിൽ നമുക്ക് തോന്നിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ലോണം വേർക്കുണ്ട്, അത് മൈൻഡ് ആക്കണ്ട കേട്ടോ. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെയും നല്ല നീറ്റ് ആയിട്ട് തന്നെ ഉള്ള സ്റ്റോക്ക് ആ LX എന്നുള്ള ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ബൂട്ട് തുറന്നു നോക്കാം. ഒറ്റ മിനിറ്റ്. ബൂട്ട് തുറക്കുമ്പോഴായാലും ഇവിടെയും അത്യാവശ്യം വൃത്തി തന്നെയുള്ള ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ജാക്കും അല്ല വീൽ സ്പാൻഡർ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയും ഒരുപാടൊന്നും വൃത്തികേടായിട്ടില്ല, ഒരുപാട് തുരുമ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ പെയിന്റിംഗ് ക്വാളിറ്റി നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കാണാവുന്നതാണ്, നല്ല വൃത്തിയുള്ള പെയിന്റിംഗ് ആണ് കേട്ടോ. ഒന്നും തന്നെ പോളിഷ് പോലും ചെയ്യാത്ത സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ബെമ്പറൊക്കെ ആയാലും ആ ബേസിക് അതിൽ തന്നെ ഉണ്ടല്ലോ. അതൊന്നും ടച്ച് ആൻഡ് പോളിഷ് പോലും ചെയ്തിട്ടില്ല, അത്ര നീറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ സൈഡ് വ്യൂ നോക്കുമ്പോഴെല്ലാം നമുക്ക് കാണാവുന്നതാണ്, മേജർ ആയിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു മിറർ, അത് ഇന്ന് വാങ്ങി വെച്ചിട്ട് മിറർ കേട്ടോ. ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള സിംഗിൾ മിറർ വണ്ടിയായിരുന്നു, ആ കമ്പനി സ്റ്റോക്ക് വരുന്ന അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ മിറർ വാങ്ങി വെച്ചാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ വെച്ചിട്ട് ഈ മിറർ ഇല്ലാണ്ട് ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം നോക്കാം. എഞ്ചിൻ റൂമൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്, സ്റ്റോക്ക് അതുപോലെ തന്നെയാണ് ഉള്ളത്. വേറെ മേജർ ആയിട്ടുള്ള ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് പിന്നെ എടുത്ത് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ മാറി പുത്തൻ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഒറിജിനൽ സ്പെയർ തന്നെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ റേഡിയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ബ്ലോക്കിലാണ്, പ്രോപ്പർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതൊരു കാർബറേറ്റർ വാഹനമുണ്ടോ. ആ ഒരു 24 കൊല്ലത്തിന്റെ പഴക്കമൊന്നും നമുക്ക് ഈ വാഹനം നോക്കിയാൽ കാണാൻ പറ്റില്ല. ആകെ നമുക്കൊരു ഡിഫക്റ്റ് ആയിട്ട് ഈ വണ്ടി പറയാൻ ഈ ഗ്രില്ലിന്റെ അവിടെ കുറച്ച് പെയിന്റ് പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഡിഫക്റ്റ് ആയിട്ട് പറയാനില്ല കേട്ടോ. ഫ്രണ്ട്സേ, അപ്പൊ നമ്മുടെ സെന്റ് ഓടിച്ചോണ്ടിരിക്കുക കേട്ടോ. സിംഗിൾ ഓണറിന്റെ എല്ലാ ക്വാളിറ്റി വണ്ടിക്ക് ഓടിക്കുമ്പോഴും കിട്ടുന്നുണ്ട്, നല്ല സ്മൂത്ത് ആണ് കേട്ടോ. അതുപോലെ ഗിയർ നോബിലൊക്കെ പിടിച്ചു നോക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഫീൽ ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. കാരണം ഇത് സാധാരണ ഇത്രയും പഴക്കമുള്ള വണ്ടിക്ക് ഇതൊക്കെ തേഞ്ഞൊരു വഴിയേ ഉണ്ടാവും. ഇത് നല്ല ഗ്രിപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നല്ല ഡ്രൈവിലായാലും വളരെ കംഫർട്ടബിൾ ആണ്. ഫ്രഷ് വണ്ടി ഓടിക്കുന്ന അതേ ഫീലിൽ തന്നെ പോവാം. വേറെ ഓരോ ഒച്ചയോ അനക്കോ പിടപ്പോ ഒന്നും തന്നെ കിട്ടില്ല കേട്ടോ. സ്റ്റീരിയോ ആയാലും പക്ക വർക്കിംഗ് ആണ്. AC ആയാലും നല്ല ചിൽഡ് AC ആണ്. ഒരു കംപ്ലൈന്റ് പറയാനില്ല, പക്ക നീറ്റ് ആയിട്ട് തന്നെ പോണ വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ വണ്ടി എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നല്ലോ. ഇതിലും ക്വാളിറ്റി ഉള്ള സെൻ ചോദിക്കരുത് കേട്ടോ. ഇത്രയും ക്വാളിറ്റിയിൽ സെൻ വരുന്ന അപൂർവമായിട്ടാണ്. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിൽ ഇതുപോലെ IDV ഉള്ള വണ്ടിയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ.
ഈ വണ്ടി വരുന്ന 2000 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ 50,000 IDV ഉള്ള മാരുതി ഇൻഷുറൻസ് ഉള്ള വാഹനമാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.